പറയുന്ന നമ്മുടെ പൊതു ആരോഗ്യം വളരെ മോശപ്പെട്ട അവസ്ഥയിലാണെന്നും സ്വകാര്യ ആശുപത്രികൾ വിദേശ കുത്തകകളുടെയും കോർപ്പറേറ്റുകളുടെയും വമ്പൻ ഫണ്ടുകൾ വന്ന് അവരൊരു ബെഡിന് കോടികൾ കണക്കിന് രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലും ആണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ആരോഗ്യ സംരക്ഷണ മേഖലയാണ് ESI കോർപ്പറേഷൻ. അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് അറിയാവുന്നതുമാണ്. പാതാളത്തെ ESI ഹോസ്പിറ്റല് കേരള സർക്കാരിൻ്റെ കയ്യിൽ നിന്നും കോർപ്പറേഷൻ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങളും നമ്മൾ നേരിട്ട് മനസ്സിലാക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ 2012 വർഷമായി 21,000 രൂപയായിരുന്ന ESI പരിധി അത് 40,000 രൂപയാക്കണമെന്നാണ് നമ്മളുടെ ആവശ്യം. നമ്മൾ അതിനു വേണ്ടിയിട്ട് പല സമര മുഖങ്ങളിലും നടത്തിയിട്ടുണ്ട്. എങ്കിലും ഈ കഴിഞ്ഞ 3-4 വർഷമായിട്ട് മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും ESIയും നമ്മുടെ PF-ന്റെയും പരിധി ഉയർത്തുമെന്നുള്ള പല നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. അതൊന്നും പ്രാവർത്തികമായിട്ടില്ല. ഇപ്പോൾ പുതിയ വന്നേക്കുന്ന നിർദ്ദേശം നേരത്തെ മുഴുവൻ ശമ്പളത്തിന്റെയും കണക്കുകൂട്ടിയാണ് 21,000 രൂപ പരിധി നിശ്ചയിച്ചിരുന്നത്. അതിപ്പോൾ 21,000 രൂപ ബേസിക്കിന്റെ അടിസ്ഥാനത്തിലാക്കി മാറ്റാനായിട്ടുള്ള ധാരണ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ചില കമ്പനികളിലൊക്കെ അതിൻ്റെ സർക്കുലർ എത്തിയിട്ടുണ്ട്. നമുക്കത് മറ്റു സംസ്ഥാനങ്ങളിൽ ഈ 21,000 രൂപ ബേസിക് എന്ന് പറയുന്നത് വളരെ ഭേദപ്പെട്ടതായിരിക്കും. എന്നാൽ നമ്മുടെ കേരളത്തെ അടിസ്ഥാനമാക്കിയാൽ അതിൽ എന്നാലും കുറെ തൊഴിലാളികൾ ഈ പരിധിക്ക് പുറത്തായിരിക്കും. അതുകൊണ്ട് നമുക്ക് 40,000 രൂപ ESI പരിധി ഉയർത്തണമെന്ന പ്രമേയം അവതരിപ്പിക്കുവാനായിട്ടാണ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. പ്രമേയം: രാജ്യത്തെ ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുള്ള ESI അംഗങ്ങളാകുന്നതിനുള്ള തൊഴിലാളികളുടെ ശമ്പള പരിധി 40,000 രൂപയായി വർദ്ധിപ്പിക്കുക. ദശലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ആശ്രയമായിരുന്നതിനാൽ ദശലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ആശ്രയമായി നിൽക്കേണ്ട രാജ്യത്തെ ഏറ്റവും വലിയ സാമൂഹിക സുരക്ഷാ പദ്ധതിയായിട്ടുള്ള ESI കോർപ്പറേഷൻ തൊഴിലാളികളുടെ ശമ്പളം 21,000 രൂപയായി നിജപ്പെടുത്തിയിരിക്കുന്നതിനാൽ 10,000 കണക്കിന് തൊഴിലാളികളും അവരുടെ ആശ്രിതരും ESIയുടെ പരിധിക്ക് പുറത്തായിരിക്കുന്നു. ഇന്ന് കേരളത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ നേരിടുന്ന വലിയൊരു പ്രശ്നം അവരുടെ പ്രായമായ മാതാപിതാക്കളുടെ ചികിത്സയ്ക്ക്